എറണാകുളം കോതമംഗലത്ത് മലിനജലം ഒഴുകുന്ന ഓടയ്ക്ക് കുറുകെ മതിൽ കെട്ടിയടച്ചതായി പരാതി. ഓടയുടെ ഒഴുക്ക് തടസ്സപ്പെട്ടത് മൂലം വെള്ളക്കെട്ടിൽ വലയുകയാണ് കോതമംഗലത്തെ വ്യാപാരികൾ. സ്വകാര്യ വ്യക്തിയാണ് സ്ലാബിന് മുകളിലൂടെ മതിൽ നിർമ്മിച്ചത്. കഴിഞ്ഞ 32 വർഷമായിട്ട് ഇവിടെ വളരെ സുഗമമായി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു ഓട ഈ മണ്ണിട്ട് നികത്തിയത് മൂലം, ഒരു സൈഡ് നികത്തിയത് മൂലം ഇപ്പോൾ പൂർണ്ണമായും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലും അതിന് സൈഡിലുമായിട്ട് ഏകദേശം ഒരു 1.5 അടിയോളം വെള്ളം പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ഇതിന് ഒരു പരിഹാരമായിട്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയെയും ഒക്കെ സമീപിച്ചെങ്കിലും കറക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്ലൈ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 16 ദിവസത്തോളമായിട്ട് ഇവിടെ ഈ വെള്ളം കെട്ടിക്കിടന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓരോ മഴ പെയ്യും തോറും കടകളിലോട്ട് വെള്ളം കയറുന്ന ഒരവസ്ഥയും കൂടിയുണ്ട്. ഒരു കടയിൽ പോലും ആൾക്കാർ സാധനം വാങ്ങിക്കാനോ അങ്ങോട്ട് കയറാനോ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ആര്യ വിനോദ് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ആര്യ, എന്താണ് ഇവിടെ സംഭവിച്ചത്? വ്യാപാരികൾ എന്താണ് പറയുന്നത്? അപ്പം ഈ സ്ഥലയുടമ എന്തെങ്കിലും തരത്തിൽ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ടോ? അനിഷ, കോതമംഗലം താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിക്ക് തൊട്ട് മുന്നിലെ റോഡിലാണ് ഈ ഒരു വെള്ളക്കെട്ട് പതിവ് ആഴ്ചയായി മാറുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ഓട നിറയുന്നത് എന്നുള്ള ആശങ്കയിലായിരുന്നു ജനങ്ങളുണ്ടായിരുന്നത്, അവിടുത്തെ വ്യാപാരികളുണ്ടായിരുന്നത്. ഈ ചെറിയൊരു മഴയിൽ പോലും ഓട കവിഞ്ഞൊഴുകി അവരുടെ സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്ന ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ ഡോക്ടർ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. അദ്ദേഹവും പറഞ്ഞതാണ് ഇത്രയും വർഷങ്ങളായിട്ടില്ലാത്ത ഒരു പ്രശ്നമാണ് ഈ ഒരു മതിൽ നിർമ്മിച്ചതിന് ശേഷം ഉണ്ടായിരിക്കുന്നുള്ളത്. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നാണ്, അവരുടെ ഒരു പരിശോധനയിൽ നിന്നാണ് ഇങ്ങനെ സ്വകാര്യ വ്യക്തി മണ്ണിട്ടുകൊണ്ട് മതിൽ പണിതുകൊണ്ടാണ് ഈ ഒരു ഓടയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തിയത് എന്നുള്ളതാണ് നഗരസഭാ പരിശോധനയിൽ കണ്ടെത്തുകയുണ്ടായത്. തുടർന്ന് ഇതിൽ നടപടി എടുക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് നഗരസഭ കടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ഇത്രയും ദിവസമായിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരടക്കം വ്യക്തമാക്കുന്നത്. ഈ കാര്യത്തിൽ കർശനമായ നിലപാടെടുക്കാത്ത പക്ഷം ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് നാട്ടുകാരും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി ആര്യ.